ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി നമ്മളെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാനിപ്പോൾ ഇതെന്നും പറയുന്നത് നിങ്ങൾ വിചാരിക്കും, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇത് ഞാൻ കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ കൊട്ടിയൂർ പോയിരുന്നു, ആ വീഡിയോ ആണിത്. അപ്പം ഞങ്ങൾ രാത്രി മാവേലിയിലാണ് പോയത്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിൻ. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ പോയി. അമ്മയും അമ്മയുടെ ഒരു ഫ്രണ്ടും മോളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അങ്ങനെ വെളുപ്പിനെ നമ്മൾ കണ്ണൂരെത്തി. അവിടുന്ന് ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ തന്നെ നമുക്ക് അവിടുത്തെ ആൾക്കാർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് രാവിലെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ പോകുന്നതിന് മുന്നേ രാവിലെ മൃദംഗശൈലീശ്വരിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അവിടുന്ന് കൊട്ടിയൂർ പോകുന്ന റൂട്ടാണ്. ഇത് മറ്റേ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഇല്ലേ, അതിൻ്റെ ഏരിയ. ഇവിടെ മൊത്തം ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെയാണ്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കൊട്ടിയൂർ പോയി. കൊട്ടിയൂർ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കൊട്ടിയൂർ പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് ഓടപ്പൂവ്. ഇവിടെ വരുന്നവരെല്ലാവരും അത് വാങ്ങിയിട്ട് പോകും. ഈ ശിവൻ്റെ ഒരു നമ്മുടെ വിഗ്രഹമില്ലേ, അതുപോലെ ആണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മളിതിൻ്റെ ഒരു സിവിയറിറ്റി മനസ്സിലായില്ല. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോയി. ഇത് കണ്ടോ, ഈ പുഴ കടന്നാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവിടെ ആക്ച്വലി ഇത് ഇതുപോലൊരു പാലം ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പണ്ടൊക്കെ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് പോയത്. നല്ല തണുത്ത വെള്ളമായിരുന്നു, പക്ഷേ അടിയിൽ ഫുള്ള് കല്ലാണ്. അപ്പോൾ കാലൊക്കെ നന്നായിട്ട് വേദനിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ, പിന്നെ ആ ചേട്ടനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ട്രാവൽ പാർട്ട്ണറിൻ്റെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ക്രോസ് ചെയ്ത് പോയി. ഇത് കഴിഞ്ഞ് ചെല്ലുന്നിടത്ത് ഒരു ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറയുമ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നല്ല നടന്നത്. ഭയങ്കര തിരക്ക്. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പം ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കാണുന്ന ആൾക്കാരെ കാണുമ്പം നമ്മളൊരു ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ യൂഷ്വലി ഉള്ളതാണല്ലോ. ഇതാണ് ഞങ്ങൾ നിന്ന ക്യൂവിൻ്റെ എൻട്രൻസ്. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, ഇതിൻ്റെ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ 11 മണിക്ക് നിന്നിട്ട് വൈകുന്നേരം 4 മണിക്കാണ് തൊഴാനെത്തിയത്. നമ്മൾ നടന്ന് വരുന്നത് ഈ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ. ഇവിടെ വലിയ ബിൽഡിങ് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഓല മേഞ്ഞ കെട്ടിടങ്ങളാണ്. പക്ഷേ അതൊരു ഫീലാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ തിരക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റും ഒന്നും അത്ര പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. പിന്നെ ഇത് കണ്ടോ, ഇളനീർ വെപ്പെന്ന് പറഞ്ഞ ഇവിടെ ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ദിവസങ്ങളിലാണ് ഞങ്ങൾ പോയത്. അപ്പം ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാരിങ്ങനെ ഇളനീരൊക്കെ ആയിട്ട് വരും. അപ്പം അങ്ങനെ വന്ന ആൾക്കാരാണ് അതൊക്കെ. പിന്നെ ആദ്യമേ അക്കരെ കൊട്ടിയൂരാണ് നമ്മൾ പോയത്. പിന്നെ ഇക്കരെ കൊട്ടിയൂർ കാണണം. അപ്പം അതിനു വേണ്ടി നടന്നു പോവുമായിരുന്നു. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇക്കരെ കൊട്ടിയൂർ അങ്ങനെ എപ്പോഴും ഓപ്പൺ അല്ല. ഇത് കണ്ടോ, ഇത് ആണ് ആൾക്കാർ ഇളനീർ വെപ്പിന് വരുന്നത്. ഇങ്ങനെ വരും ആൾക്കാർ ഫാമിലിയായിട്ട്. ഇത് ഇക്കരെ കൊട്ടിയൂരാണ്. പക്ഷെ നമ്മളിത് ഫുള്ള് കണ്ടില്ല, കാര്യം ഇത് ക്ലോസ്ഡ് ആയിരുന്നുകൊണ്ട്. പിന്നെ നമ്മളെന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് അടുത്ത ദിവസവും നമ്മൾക്ക് ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പറശ്ശിനിക്കടവിൽ പോയി മുത്തപ്പനെയൊക്കെ കണ്ടു. പിന്നെ ഉച്ചയ്ക്ക് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ട്രെയിൻ വൈകുന്നേരം ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിയോ 9 മണിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പയ്യെ കണ്ണൂർ ബീച്ചിലൊക്കെ പോയി. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ആലപ്പുഴ ബീച്ചാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ കോഴിക്കോട് ബീച്ചിലും പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇതൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ആലപ്പുഴ ബീച്ചാണ്. എനിക്ക് മറ്റ് ബീച്ചൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കല്ലുമ്മക്കായ ട്രൈ ചെയ്തു. പക്ഷേ കല്ലുമ്മക്കായയും ഞാൻ കോഴിക്കോട് നിന്ന് കഴിച്ചതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ സമയം കളയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ദൂരെയൊക്കെ പോയാൽ പിന്നെ വല്ല ബ്ലോക്കിലൊക്കെ പെട്ട് ട്രെയിൻ മിസ്സായാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചു. അപ്പോൾ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പാർക്കാണത്. അപ്പോൾ വൈകുന്നേരം കുറേ നേരം അവിടെ പോയിരുന്നു. ഞങ്ങൾ 4 പേരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് കുറച്ച് മടുപ്പ് തോന്നി. അതുകൊണ്ട് പിന്നെ നമ്മൾ പയ്യെ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മൾ ട്രാവൽ പാർട്ട്ണർ പറഞ്ഞത് ഒരു വീഡിയോ അവർക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന്. അപ്പോൾ അമ്മയും ആൻറ്റിയും കൂടെ ആ റിവ്യൂ പറയാണ്.
ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടനാ അത്. പിന്നെ ചേട്ടൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. നല്ല സർവീസായിരുന്നു കേട്ടോ അവരുടെ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് MRIന്ന് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. അവിടെയും ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. കറക്റ്റ് ടൈമല്ലായിരുന്നു. അങ്ങനെ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൊട്ടിയൂർ യാത്ര. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഉടനെ തന്നെ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതാണ്. കുറച്ച് മടി പിടിച്ച് പോയി. ഓക്കെ, സോറി.